അപ്പൊ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചെങ്കിൽ ഇത് 2 ദിവസത്തെ വീഡിയോ ആട്ടോ. ഇത് വ്യാഴ്ച രാത്രി ഞങ്ങൾ ഫാമിലി എല്ലാവർക്കും അല്ലേമാൾക്ക് പോയതാട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ മസ്റ്റ് സ്ഥലമാട്ടോ അല്ലേമാൾ. എന്ന് വെച്ചാൽ അത്യാവശ്യം കാണുന്ന സ്ഥലങ്ങളുണ്ടും ചെയ്യാം, നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കുകയും ചെയ്യാം. കയറുന്ന തന്നെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ അടിപൊളി സംഭവമാണ് ഐസിൽ കളിക്കണം. പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വലിയവരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും കളിക്കുക. അതേമാതിരി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയതിന് ശേഷം നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളിയാട്ടോ അല്ലേമാളുടെ ഉള്ളിൽ. രാത്രി ഒരു 9 മണിന്റെ ശേഷമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ കൂടുതൽ. അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സുഖമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് എല്ലാം ആളുണ്ടാവും, പക്ഷെ അതിന് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ നല്ല കറക്റ്റ് നല്ല ഫോട്ടോഷൂട്ട് എടുക്കട്ടെ ചെങ്ങന്മാരെ. ഇവിടെ അല്ലേൽ പണിയെടുക്കണോടത്തിട്ട് 6 വർഷത്തിന് മേലെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേന്മാരുടെ ഉള്ളിൽ നിലമ്പൂർ ഫുള്ളായിട്ട് കാണണം ഇപ്പോഴായിട്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോണ്ട് പഴയ സാധനങ്ങളുള്ള ഒരു കൗണ്ടർ കിടക്കണം. അതിന്റെ ഒക്കെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ അന്തം കൂടും. അമ്മായ റേറ്റുകൾ അവിടെ 1000-ന് താഴത്തേക്ക് നമ്മളെ സാധനം കണ്ടിട്ടില്ല. ഒക്കെ റേറ്റ് കൂടുതൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ സാധനങ്ങളായതുകൊണ്ട് ഭയങ്കര കാണാനും ഭംഗിയുണ്ട്. സംഭവം സെറ്റ് സാധനമാട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിയത്തിലൊക്കെ കൊണ്ടുവെക്കാൻ പറ്റിയ രൂപത്തിലുള്ള സംഭവങ്ങൾ പറഞ്ഞു. അതിനുള്ളിൽ കുറെ ചുറ്റിക്ക് ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തതിന്റെ ശേഷം നമ്മൾ പിന്നെ അടിയിക്കണ്ട് ഇറങ്ങിയിട്ട് അടിയിക്ക് ഇറങ്ങിയപ്പോ വേറെ ലെവല് സംഭവം. എല്ലായിടത്തും ആൾക്കാർ കുറവായതുകൊണ്ട് നല്ല ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ഏരിയ ആട്ടെ ചെങ്ങന്മാരെ. അല്ലേമാളിന്ന് ഇറങ്ങിയതിന്റെ ശേഷം നമ്മൾ നേരെ കുവൈത്തത്ത് ലുലുവിൽ കൂട്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടി. അവിടെ കുറച്ച് നടന്ന് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ വീട്ടിൽ വിടുന്ന മുമ്പ് നമ്മൾ എന്തായാലും മലബാർ ഹോട്ടലിൽ കയറി അവിടെ നല്ല 2 മന്തിക്ക് ഓർഡർ ചെയ്തിട്ട് അവിടെ നല്ല പള്ളറച്ച് ഫുഡൊക്കെ കണ്ട് കഴിച്ചു. അപ്പൊ നസൂട്ടിന്റെ അവിടെ കളി ഇല്ലാത്ത ജാതി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല മന്തി എന്ന അടിപൊളി സംഭവം. നിങ്ങളോട് പറഞ്ഞു അവിടുന്ന് നേരെ റൂട്ടിൽ പോയി അവിടെ ഉറങ്ങിയതിന്റെ ശേഷം രാവിലെ നീച്ച് നേരെ വിട്ട് നമ്മള് സലാട്ടൊക്കെ വാങ്ങാനും പച്ചക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു. അവിടെ നേരെ പച്ചക്കറിയൊക്കെ വാങ്ങിയതിന്റെ ശേഷം നേരെ ജുമ്മക്കൊക്കെ പോയി. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ മാമ വിളിച്ചിട്ട് പറഞ്ഞു ആടിനെ കൊണ്ടുവരാണ്ടിരിക്കുന്നു. അപ്പൊ ആ ഗ്യാപ്പിൽ നേരെ വീട്ടിൽ കണ്ട് നമ്മളെ അമ്മേന്റെ അടുത്ത് കണ്ട് പോയതിന്റെ ശേഷം അവിടെ ഉച്ച ഫുഡ് കഴിച്ചതിന്റെ ശേഷം നേരെ വിട്ടിട്ട് ആടിന്റെ അടുത്തേക്ക് ഉമ്മാനെ കൂട്ടിക്കണെന്നാ. ഇമ്മ ഈ ആ ഒട്ടകം അതേമാതിരി നമ്മൾ തോട്ടങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നേരെ മരുഭൂമിയിലുള്ള കൂടാണ് പോയതിന്റെ ശേഷം അവിടെ എത്തിന്റെ ശേഷം വല്ലാത്ത ജാതി. അവിടെ പൊടിക്കാറ്റും മഴക്കാറും ഒക്കെ കൂടി ജഗ പോകാണ്ടുണ്ടെങ്കിൽ വല്ലാത്ത ജാതി. നമ്മള് മഴക്കാർ വന്നപ്പോ അതേമാതിരി പൊടിക്കാറ്റ് കയറിയപ്പോ നമ്മൾ നേരെ വണ്ടിയുള്ളിൽ കയറിയപ്പോ അവര് അവിടെ പണിയെടുക്കണം. പാവം സാധു തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ ചെങ്ങന്മാർ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊടിക്കാറ്റും പ്രശ്നമില്ല, ചൂടും പ്രശ്നമില്ല. അവരിങ്ങനെ പണിയെടുക്കണം. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾ പറയാണെങ്കിൽ പറയാതിരിക്കാനില്ല. അത്രക്കും തോന്നെ പറയാനുണ്ട്. പാവങ്ങളാണ്. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ വീട്ടിൽ വിട്ടപ്പോഴാണ് അവർ ആടിനെ കറുത്ത് നേരെ നാളത്തെ പരിപാടിക്ക് ഹോട്ടലിൽ കൊണ്ടുകൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹോട്ടലിലേക്ക് വിട്ട് സാധനങ്ങൾ കൊടുത്തതിന്റെ ശേഷം നമ്മൾ നേരെ തട്ടി നേരെ വീട്ടിൽ തന്നെ വിട്ടിട്ട്. അപ്പൊ എത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയും കാത്തുക. ഓക്കെ, ബൈ.